ചരിത്രം നമ്മൾ ചൂഴ്ന്നു നോക്കി. ഒരുപാട് ചരിത്ര താളുകൾക്കിടയിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഫോറിൻ സർവീസിന്റെ ചരിത്രത്തിലേക്കാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. ബാക്കിയുള്ള എല്ലാ സർവീസുകളും സ്റ്റാർട്ട് ചെയ്തത് എന്നാണോ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്തകാലത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ IFSും ഏറെക്കുറെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ റൂളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു 1772 to 1785 വരെ നമ്മുടെ ബംഗാളിൽ ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സിന്റെ പീരീഡിലാണ് ഏറെക്കുറെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കുറേ സജഷൻസ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് ഒക്കെ ഒന്നുകൂടി വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു ഐഡിയയിൽ ഒരു ഫോറിൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവർ ചിന്തിച്ച് തുടങ്ങുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് മനസ്സിലാവും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടേക്ക് ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനാണ്. ബ്രിട്ടീഷുകാരെന്നല്ല, ഒരുവിധം ഫോറിനേഴ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഏറെക്കുറെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനാണ്. ഈ ഒരു അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത്, അതായത് വാറൻ ഹേസ്റ്റിങ്സിന്റെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് കുറച്ചുകൂടി ഇതൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അവർ ആലോചിക്കുന്നത് ഒരു ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഒരു ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു ചെറിയൊരു ആശയമെങ്കിലും മുന്നോട്ട് വരുന്നത് അന്നാണ്. അപ്പോൾ എക്സാക്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ 1783 സെപ്റ്റംബർ 13 ആദ്യമായിട്ട് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ കൽക്കട്ടയിലുള്ള വില്യം ഫോർഡ് കോളേജിൽ വെച്ചിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. ഈ ഒരു റെസൊല്യൂഷനോട് അനുബന്ധിച്ചിട്ടാണ് ആക്ച്വലി ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ട് അവർ കുറച്ചുകൂടി ട്രേഡിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു ഫോറിൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ട്രേഡിന് അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അവർ ആലോചിച്ച് തുടങ്ങിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇങ്ങോട്ട് വന്നത് ട്രേഡിനാണ്, അവരുടെ ഒരു വരുമാന മാർഗവും ട്രേഡ് തന്നെയായിരുന്നു. ഈ ഒരു ഫോറിൻ റിലേറ്റഡ് ട്രേഡിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അവർ ഇതിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ ആൻഡ് ഫോറിൻ. ഈ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബാക്കിയുള്ള ഏഷ്യാറ്റിക് പവേഴ്സുമായിട്ട് നടന്നുകൊണ്ടിരുന്ന ട്രേഡ്, ഈവൻ ദോ പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായിട്ട് അടക്കം നടന്നിട്ടുണ്ടായിരുന്ന ട്രേഡിന് അവർ പൊളിറ്റിക്കൽ ട്രേഡ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എന്നുള്ളൊരു പാർട്ടിലായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ ഫോറിൻ എന്നുള്ളതിന് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ പവേഴ്സിനെയാണ്. അതായത് ഇന്ത്യയും യൂറോപ്യൻ പവേഴ്സുമായിട്ട് നടക്കുന്ന ട്രേഡിനെ മാത്രമാണ് അവർ ഫോറിൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള നമ്മുടെ ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസിലൊക്കെ ആയിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ട്രേഡ് ദാറ്റ് വാസ് പൊളിറ്റിക്കൽ. അങ്ങനെ ഇരിക്കെ 1843 ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്ന എഡ്വേർഡ് ലോന്റെ സമയത്ത് നമ്മുടെ ഈ ഒരു ഫോറിൻ സർവീസ് അല്ലെങ്കിൽ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിൽ വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റീഫോംസ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അവരെന്ത് ചെയ്തു, ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ 4 സെക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്തു, ഡിവിഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. അതായത് ഫോറിൻ, ഹോം, ഫിനാൻസ് ആൻഡ് മിലിറ്ററി. ഈ ഒരു 4 സെക്ടേഴ്സിന് എന്ത് ചെയ്തു, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു സമയത്ത് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു മുന്നേറ്റമായിരുന്നു അത് നമ്മുടെ ഫോറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ സെക്ടേഴ്സിനും സ്പെസിഫിക് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അലോ ചെയ്തു എന്നുള്ളത്. അന്ന് തന്നെയുള്ളൊരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 4 സെക്ടേഴ്സും എന്ത് ചെയ്ത് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ ലെവലിലുള്ള സെക്രട്ടറി ഓഫീസേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറെക്കുറെ ഇന്ന് ആ ഒരു പ്രാക്ടീസ് നമുക്ക് കാണാൻ പറ്റും. വി ഹാവ് ഫോറിൻ സെക്രട്ടറി റൈറ്റ് നൗ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് അന്നത്തെ ആ ഒരു പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഈവൻ ദോ പൊളിറ്റിക്കൽ ആണെങ്കിലും അത് ഫോറിൻ ആണെങ്കിലും അത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോറിൻ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇതിന് വലിയൊരു ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 4 സെക്ടേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഫോറിൻ സർവീസിനെ എടുക്കുന്നു, അത് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് അണ്ടറിലേക്ക്, അതായത് ഗവർണർ ജനറലിന്റെ ഡയറക്റ്റ് അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈവൻ ഈ ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ റിലേറ്റഡ് എല്ലാ മാറ്റേഴ്സും എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് ഗവർണർ ജനറലിന്റെ അണ്ടറിലാണ്. ഈ ഒരു 1944 ഉണ്ടായിരുന്ന ആ ഒരു അല്ലെങ്കിൽ ഒരു സജഷന്റെ ഭാഗമായിട്ട് 1946 ഒക്ടോബർ 9 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഒരു ഫോറിൻ മിനിസ്ട്രി അല്ലെങ്കിൽ ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓവർസീ മാറ്റേഴ്സ് ആയിട്ടുള്ള കമേഴ്ഷ്യൽ ആയിക്കോട്ടെ, ഡിപ്ലോമാറ്റിക് ആയിക്കോട്ടെ, ഈവൻ കോൺസുലർ ആയിക്കോട്ടെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോറിൻ മിനിസ്ട്രിയാണ്, ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിനുശേഷം ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന വനിത എന്ന് പറയുന്നതാണ് CB മുത്തമ്മ. അതായത് 1948 മാം എന്ത് ചെയ്യുന്നു, എക്സാം ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ 1949 ഫസ്റ്റ് IFS ഓഫീസറായിട്ട് വരുന്നു. അതിനുശേഷം ഏറെക്കുറെ അംബാസഡർ ആയിട്ടും ഹൈ കമ്മീഷണറൊക്കെ ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് CB മുത്തമ്മ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏറെക്കുറെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ അവരുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെബസ്റ്റൈൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ക്രൂട്ടനൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിനിങ്ങും പേർപ്പസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങ് SSIFS ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഏറെക്കുറെ ഒരു ചരിത്രം എന്താണെന്നൊക്കെ അറിയണ്ടേ. അതിന് മുന്നേ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു വെബ്സൈറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്നതാണ് SSIFSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽ പേജ് എന്ന് പറയുന്നത്.
ഈ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ SSIFS റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നോക്കുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്ററി, ലൈക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, റെസിഡൻഷ്യൽ ലൈഫ് ആൻഡ് എവറിത്തിങ് ഈസ് ദെയർ. പിന്നെ ഇവരുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്. ഈവൻ നമുക്കിപ്പോൾ ഒരു സെമസ്റ്റർ നടക്കുവാണെങ്കിൽ, ഈവൻ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സെമസ്റ്റർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റ് വൈസ് ആണെങ്കിൽ എന്തൊക്കെ കോഴ്സ് അവിടെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ അവൈലബിൾ ആണ്. അതായത് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടൊക്കെ അറിയണമെന്നുള്ള ആളുകൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. എവറിത്തിങ് ഈസ് ഹിയർ. ഇതിൻ്റെ ഏറെക്കുറെ സൈറ്റ് നമ്മൾ കണ്ടല്ലോ. ഇനി ഏറെക്കുറെ ഇതിനെപ്പറ്റി കുറേ അറിയണമെന്നുള്ള ആളുകൾ വെബ്സൈറ്റിൽ ഡയറക്റ്റ് പോവുക, അതിനെപ്പറ്റി കുറച്ചുകൂടി സെർച്ച് ചെയ്യുക, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ട് വരുന്നത് 1986 അതായത് ഫോറിൻ സർവീസിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി എന്താണ് ഇൻ ഡെപ്തിൽ ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ആ ഒരു എയിമോട് കൂടി, അല്ലെങ്കിൽ അതായിരുന്നു ഈ ഒരു SSIFSന്റെ ആദ്യത്തെ പേർപ്പസ് എന്ന് പറയുന്നത്. അതിനുശേഷം 2007 ഇത് എന്ത് ചെയ്യുന്നത്, ഇന്ന് കാണുന്ന ഓൾഡ് JNU ക്യാമ്പസിൽ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ പേര് ജസ്റ്റ് ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നെങ്കിൽ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന സുഷമ സ്വരാജിൻ്റെ ഒരു ഇൻ മെമ്മറി എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസ് എന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ ഏറെക്കുറെ ഇന്നത്തെ ഈ ഒരു സെഷനെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ഫോറിൻ സർവീസ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് അത്രയും വളരെ എന്താ പറയുക, ഭയങ്കര സ്ട്രെങ്ത്ഫുൾ ആയിട്ടൊക്കെ വന്നെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ എസ് ജയശങ്കറിൻ്റെ ഒരു ട്വിറ്റർ പോസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ ഫോറിൻ സർവീസ് കുറച്ചുകൂടി എന്ത് ചെയ്തു, അഗ്രസീവായി എന്നുള്ളൊരു ടോണിലൊരു കമൻറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിപ്ലൈ എന്നുള്ള രീതിയിൽ നമ്മുടെ ജയശങ്കർ സാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2 ലൈൻസ് ഉള്ളൊരു റിപ്ലൈ കൊടുത്തു. അതായത് നമ്മൾ സ്ട്രാറ്റജിക്കൽ ആയതാണ്, നമ്മൾ കുറച്ചുകൂടി സ്ട്രാറ്റജിക്കൽ ഫോമിലോട്ട് മാറിയതാണ്, അഗ്രഷൻ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതായത് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ത്രെട്ടനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് ഓവർകം ചെയ്യാനുള്ള വഴിയൊക്കെ നോക്കും. അപ്പോൾ അത്രയും ചേഞ്ചസ് എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ഫോറിൻ സർവീസിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറെക്കുറെ ഹിസ്റ്ററിക്കൽ ഒരു സൈഡൊക്കെ ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് കാണാം.